ജ്ഞാനം, പരിജ്ഞാനം ഇവയൊക്കെ ദൈവത്തിൻ്റെ ദാനമാണ്. നിങ്ങളിൽ ജ്ഞാനമില്ലാത്തവൻ ഫത്സിക്കാതെ സൗജന്യമായി കൊടുക്കുന്ന യഹോവയോട് ചോദിച്ചു കൊള്ളട്ടെ എന്ന് ദൈവവചനം പഠിപ്പിക്കുന്നു. മറ്റൊരു ഭാഗത്ത് സങ്കീർത്തനം 90:12 ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളുടെ ബുദ്ധി ഉപദേശിക്കണമേ. അതെ, നമ്മൾക്ക് ജ്ഞാനമുള്ള ഹൃദയം പ്രാപിക്കണമെങ്കിൽ ഒരു ബുദ്ധിയുടെ ഉപദേശം നമുക്ക് ആവശ്യമാണ്. അത് ദൈവത്തിങ്കൽ നിന്ന് നമുക്ക് ലഭ്യമാകണം. അതിനായി നാം ദൈവത്തോട് ചോദിക്കുകയും കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും ചെയ്യണം. ജ്ഞാനമുള്ള ഒരു ദൈവഭക്തനായിരുന്നു മോശ എന്ന് സംഖ്യാപുസ്തകം 12:71 കാണുന്നു. എൻ്റെ ദാസനായ മോശയോ, അവൻ എൻ്റെ ഗൃഹത്തിലൊക്കെയും വിശ്വസ്തനാകുന്നു. അവനോട് ഞാൻ അരുളി ചെയ്യുന്നത് മറപൊരുളായിട്ടല്ല, അഭിമുഖമായിട്ടും സ്പഷ്ടമായിട്ടും അത്രേ. അവൻ യഹോവയുടെ രൂപം കാണുകയും ചെയ്തു. അതെ, യഹോവയുടെ രൂപം കണ്ട് ദൈവത്തോട് നേർക്കുനേരെ സംസാരിച്ച ഭക്തനാകുന്ന മോശ കർത്താവിങ്കൽ നിന്ന് ദൈവിക പരിജ്ഞാനം പ്രാപിപ്പാനിടയായി തീർന്നു. അതുകൊണ്ടാണ് മോശ പറയുന്നത്, ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ബുദ്ധി ഉപദേശിക്കണമേ. അതെ, നമ്മുടെ ആയുസ്സിൻ്റെ ദൈർഘ്യം ഇന്നത് എന്ന് നമുക്കറിയാം. ഇന്ന് കാണുന്ന അനേകരെ നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. പെട്ടെന്ന് മരണം അനേകരെ പിടിക്കുന്നു. പെട്ടെന്നുള്ള രോഗങ്ങളും ബാധ്യതകളും അനേകരെ അലട്ടുന്നു. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിച്ച് ഓരോ ദിവസവും ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ ജീവിക്കാൻ നാം തയ്യാറാകണം. കാരണം എന്തെന്ന് ചോദിച്ചാൽ എഫേസ്യർ 5:16 ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുക. ഒരിക്കൽ കാരാഗ്രഹത്തിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ ഇങ്ങനെ പറയുകയുണ്ടായി, പുറത്ത് വസിക്കുന്ന അനേകർക്കും നാളുകളെ എണ്ണുവാൻ അറിയുകയില്ല, എന്നാൽ കാരാഗ്രഹത്തിൽ തൂക്കുമരം കാത്ത് കിടക്കുന്ന എന്നെപ്പോലെ ഉള്ളവർക്ക് അത് വ്യക്തമായി മനസ്സിലാകും. അതെ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും വരുന്ന പ്രതിസന്ധികളെ ഗ്രഹിക്കേണ്ടവണ്ണം ഗ്രഹിക്കുവാൻ നമുക്ക് കഴിയാറില്ല. അതുകൊണ്ട് നമ്മുടെ നാളുകളെ എണ്ണി ജ്ഞാനമുള്ള ഹൃദയം പ്രാപിച്ച് ബുദ്ധിയോടെ നമുക്ക് മുൻപോട്ട് പോകാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.